കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. இந்த വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വാട്സപ്പ് ചാറ്റുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഏറ്റവും പുതിയ കോടതി വിധിയെക്കുറിച്ചിട്ടാണ്. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു ഫോണുണ്ട്, ആ ഫോണിൽ ഒരു വാട്സപ്പ് നമ്പർ വാട്സപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ വേറൊരു വ്യക്തിയുമായിട്ട് ആ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിരന്തരമായി ചാറ്റ് ചെയ്യുന്നു, വീഡിയോ കോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഓഡിയോ മെസ്സേജ് ചെയ്യുന്നു, അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കാം. ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ആ വ്യക്തിയും നിങ്ങൾ തമ്മിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും തെറ്റുകയും തുടർന്ന് നിങ്ങൾ ആ വ്യക്തിക്ക് എതിരെ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുകയുമാണ് എന്ന് വിചാരിക്കാം. അപ്പോൾ ഫയൽ ചെയ്യുവാനായിട്ടുള്ള എവിഡൻസുകൾ, തെളിവുകൾ എന്ന് പറയുന്നത് എന്താണ്? ഈ വാട്സപ്പ് ചാറ്റ് തന്നെയാണ് എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വാട്സപ്പ് ചാറ്റ് നമുക്കറിയാം ഇലക്ട്രോണിക് എവിഡൻസ് ആണ്. ഇലക്ട്രോണിക് എവിഡൻസ് ആയതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് എന്ത് തരാം? ഇന്ത്യൻ എവിഡൻസ് ആക്ട് അല്ലെങ്കിൽ BSA 2023 പ്രകാരം നമുക്കൊരു സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ് എന്നുള്ളത് അറിയാം. എന്നാൽ മാത്രമാണ് കോടതി അത് സാധാരണഗതിയിൽ അഡ്മിറ്റ് ചെയ്യാറുള്ളത്. പക്ഷേ നിങ്ങളുടെ സ്വന്തം ഫോൺ തന്നെയാണ്, ആ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ആ എതിർഭാഗത്ത് നിൽക്കുന്ന ആളുമായി സംസാരം നടക്കുകയും അയാൾക്കെതിരെയുള്ള എവിഡൻസുകൾ ഉള്ളതും എന്നും വിചാരിക്കാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വേറെ ഒരാളെ കൊണ്ട് അതിൻ്റെ ഒരു ഒതൻറ്റിക് സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ട ആവശ്യമില്ല. പകരം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കോടതി പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ പോയിന്റ് ഇങ്ങനെയാണ്. അതായത് വാട്സപ്പ് ചാറ്റ്സ് സെൽഫ് സർട്ടിഫൈഡ് ബൈ പാർട്ടി അഡ്മിസിബിൾ ഈഫ് സെക്ഷൻ 63 BSA കമ്പൈൽഡ് എന്നാണ് പറഞ്ഞത്. അതായത് ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ തന്നെ എന്ത് ചെയ്താൽ മതി? ഒരു അഫിഡവിറ്റ്, അതിന് ഫോമുണ്ട്, ആ ഒരു അഫിഡവിറ്റ് തയ്യാറാക്കിയിട്ട് കോടതിയിൽ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ കോടതി അത് തെളിവായി സ്വീകരിക്കും. നിങ്ങളല്ലാതെ സൈബർ സെല്ലിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലോ കൊടുത്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേറെ മേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് മീൻസ് ഒരു അഫിഡവിറ്റ് എഴുതുവാനായിട്ട് അറിയില്ല, അല്ലെങ്കിൽ അത് എഴുതി തരണം, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് എഴുതി പ്രിപ്പയർ ചെയ്ത് തരുന്നതായിരിക്കും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.